ഇറ്റ് ആൻഡ് ട്രാവൽ വിത്ത് എബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് ഒരു അടിപൊളി പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ വീഡിയോ. നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭിപ്രായപ്രകാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കുറച്ച് കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള കുഞ്ഞ് പിള്ളേരുണ്ട്. അപ്പം അവർക്ക് ഭയങ്കര പിസ്സ കഴിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അവരുടെ ഒരു അഭിപ്രായം നമ്മൾ ഏതായാലും വെറുതെ കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിനി പിസ്സയുടെ മാവെല്ലാം കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 കിലോ മാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുത്തേക്കാം. അപ്പോൾ ഇനി മൈദ എടുത്തിടാം. ഇത് 1 കിലോ മൈദയുണ്ട്. ഇനി ഒരു 1/2 കിലോ അങ്ങനെ ഇട്ട് അതുപോലെ കുറച്ച് ഭാഗം നമുക്ക് വെക്കാം. ബാക്കി എന്തെങ്കിലും ഇനി കുറവുണ്ടായി പോലും നമുക്കിനി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇടാം. അത് പെട്ടെന്നൊന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയാണ്. ഒരു നുള്ള് ഇടുന്നുള്ളൂ. ഇനി അതിന് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്. ഇനി ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത്, ചെറിയ ഇളം ചൂടുവെള്ളം. അതിലൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ വലിയ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ നമ്മൾ ഇത്ര മാവ് എടുത്താൽ, അല്ലെങ്കിൽ ഇത്ര മാവിൻ്റെ ആവശ്യമില്ല. നമ്മളിന്നൊരു വലിയൊരു പിസ്സയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം കൂടിപ്പോയ പ്രശ്നം, അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴയ്ക്കുന്നതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി. നല്ല രീതിയിൽ കുഴച്ചെടുക്കണം അങ്ങോട്ട്. നല്ലപോലെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഒലിവെണ്ണയും ചേർത്ത് ഒന്ന് തിരുമ്മി വെക്കാം. കാരണം ഈ ഒലിവെണ്ണ ചേർക്കുന്നവർക്ക് ചേർത്താൽ മതി, ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഒലിവെണ്ണ ആയിരിക്കും അതിൻ്റെ ബെറ്റർ. ഓയിൽ നമുക്ക് ചേർക്കാം, ഒലിവെണ്ണ ആയാലും കുറച്ചും കൂടെ നല്ലതായിരിക്കും. എന്നിട്ടൊന്ന് തേച്ചൊന്ന് സെറ്റാക്കിയിട്ടൊരു നമുക്കൊരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇതിനെ എടുത്താൽ മതി. ഓക്കെ, അതിന് നമുക്കൊരു നനഞ്ഞ് പിഴിഞ്ഞ് വെച്ചൊരു തുണി എടുത്ത് നമുക്കൊന്ന് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചേക്കാം. അപ്പോൾ തന്നെ ഏകദേശം ഇതിൻ്റെ പെട്ടെന്ന് പൊളിച്ചു പോവുകയും ചെയ്യും. 1.5 മണിക്കൂറോളം ഇനി ഇരിക്കണം. അത് നമുക്കിനി ആ സമയത്തും കൊണ്ട് നമുക്കിനി ഇതിൻ്റെ ചിക്കൻ പിസ്സയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ പിസ്സയുടെ ചിക്കൻ ചെറുതായിട്ടൊന്ന് ചെറിയ രീതി അരിഞ്ഞിട്ട് നമുക്കതിനെ ചെറുതായിട്ടൊന്ന് വേവിച്ച് അതിൻ്റെ കൂടത്തിൽ ചേർക്കുവാണെങ്കിൽ പിസ്സയ്ക്ക് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നമ്മൾ വേറൊരു രീതിയിലാണ്, നമ്മൾ പ്രത്യേക രീതിയിലാണ് നമ്മൾ ഇന്നൊരു പിസ്സ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിലിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പണി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിനി അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചെറിയ പീസായിട്ട് അരിഞ്ഞേക്കുന്നത്. എല്ലാം ഒരിക്കലും വരില്ല, കാരണം നമ്മൾ പിസ്സ കഴിക്കുമ്പോൾ എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ തൊണ്ണയിൽ കൊടുക്കും. അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ ദശ തന്നെയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി ചിക്കൻ എല്ലാം കൂടെ ഒന്ന് തിരുമ്മി എടുത്തേക്കാം. നല്ല ചെറുതായിട്ട് രീതി കട്ട് ചെയ്യണം. എപ്പോഴും നമ്മൾ ഒരിക്കലും എല്ല് വരരുത്. ഇനി നമുക്കിനി ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇനി ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി നന്നായിട്ട് അങ്ങ് തിരുമ്മിയെടുക്കാം. ഇത് വെള്ളമൊന്നും ചേർക്കണ്ട, ഇതിൽ തന്നെ തിരുമ്മിയെടുത്താൽ മതി.
നമുക്കിനി നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ഒന്ന് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിനി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 തക്കാളിക്കയും 2 ക്യാരറ്റും കൂടെ ചൂടുവെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് നമുക്ക് പിസ്സയുടെ സോസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ട് നമുക്കതിന് ജസ്റ്റ് ഒന്ന് ചതച്ചെല്ലാം കൂടെ എടുത്ത് നമ്മൾ ഒരു സബോളയും കുറച്ച് പച്ചമുളകും ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമുക്ക് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വാട്ടിയെടുത്ത് നമുക്ക് പിസ്സയുടെ സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതാണ് നമ്മുടെ പിസ്സയുടെ സോസ്. നല്ല സ്പെഷ്യലായിട്ട് അരച്ചെടുത്തോണ്ട് വന്നേക്കുന്നതാണ്. ഇനി ഞാൻ ചിക്കൻ വറുത്ത് നല്ലപോലെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിനി പിസ്സയുടെ ഉള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ അങ്ങ് അരിയാം. നമുക്ക് ചിക്കൻ പിസ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള വേണ്ടത് 3 തരം ക്യാപ്സിക്കമാണ്. ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം. അപ്പം ഗ്രീൻ ക്യാപ്സിക്കം എല്ലായിടത്തും കിട്ടുന്നതാണ്. യെല്ലോ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം ഇച്ചിരി കിട്ടാൻ പ്രയാസമാണ്. വലിയ ഷോപ്പുകളിൽ മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇനി നമുക്ക് എല്ലാത്തിനെയും ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ടൊന്ന്. നമ്മളിന്ന് പിസ്സയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു ചെമ്പിൻ്റെ ഒരു അടപ്പാണ്. നമ്മളിതിലാണിന്ന് പിസ്സ ഉണ്ടാക്കുന്നത്. നമുക്കിതിലോട്ട് ഒലിവ് ഓയിൽ ഒഴിച്ചൊഴിച്ച് കൊടുക്കാം. ഒലിവ് ഓയിൽ ഉള്ളവർ ഒഴിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് സാധാ ഓയിൽ ഒഴിച്ചാലും മതി. മാവ് മൂലത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പറ്റുന്നത്ര നമുക്ക് കൈവച്ച് ചെയ്തിട്ട് നമുക്ക് ബാക്കി ചപ്പാത്തി വെട്ടുന്ന വഴി കൊണ്ട് നമുക്കിനി ബാക്കിയുള്ളത് ഒന്ന് പരത്തിയെടുക്കാം. പരത്തി വെച്ച സാധനത്തിലോട്ട് നമുക്കിനി ചെറിയ ഇതുകൊണ്ട് തുളകളിട്ട് കൊടുക്കാം. അപ്പോൾ കാരണം ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് ഇറങ്ങിക്കോളും. ഉണ്ടാക്കി വെച്ച പിസ്സ സോസ് നമുക്കിനി നമ്മുടെ പിസ്സ പരത്തിയതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിനി സോസെല്ലാം കൂടെ ചേർത്ത്
തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ചീസ് ചേർത്ത് കൊടുക്കാം. ചീകിട്ട് കൊടുക്കാം. വറുത്ത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടേക്കാം. കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സിക്കം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുക്കാൽ പരിപാടി ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിൽ കൂടെ ഇനി നമ്മുടെ ചീസ് തെറിയാൽ മതി. ഇനി അതിന് മണ്ടയിൽ പറ്റി നമുക്കൊരു അടപ്പും കൂടെ വെച്ചിട്ട് നമുക്കിനി സ്റ്റൗവിലിട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. അതിൻ്റെ മണ്ടയിൽ നമ്മൾ കരിയും കൂടെ ഇടണം. അപ്പം നമ്മൾ ഒരേ ചൂട് കിട്ടുമ്പോഴത്തേനും ഏകദേശം പിസ്സ അകത്തിരുന്ന് ആയിക്കോളും. മുകളിൽ നമ്മൾ കരി ഏകദേശം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്സ ഏതായാലും വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ അടപ്പൊന്ന് പൊക്കേക്കാം. എങ്ങനെയാണ് സാധനം നോക്കാം. സൈഡെല്ലാം ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കരിയൊക്കെ വീണിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. വാവ്, സംഭവം ഏതായാലും കൊള്ളാട്ടോ. നമ്മൾ പ്രതീക്ഷയെക്കാളും അപ്പുറത്താണ്. കൊള്ളാം എന്തായാലും. ചീസൊക്കെ ഒരുപാട് കുറച്ച് താഴോട്ട് പോയത്, അത് ജസ്റ്റ് ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് നമ്മുടെ പിസ്സയ്ക്ക് ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളി എന്തായാലും. അപ്പോൾ ഞങ്ങളുടെ പിസ്സ ഏതായാലും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചന്തുവാണ് നമ്മുടെ ഗസ്റ്റ്. അപ്പോൾ അവനെ കൊണ്ട് നമുക്കിന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ അവരോട് പറഞ്ഞായിരുന്നു പിസ്സ ഉണ്ടാക്കി എബിൻ ചേട്ടൻ എനിക്ക് തരണമെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും അവനെ കൊണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യിക്കാം. ബാ ചന്തുകൂട്ടാ, ഇതാ കഴിച്ചു നോക്കി ചന്തുകൂട്ടാ, കഴിച്ചു. സൈഡിൽ അത് പിടിച്ചു വെച്ചി. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അടിപൊളിയാണോ? അപ്പോൾ ഞങ്ങൾ ഏതായാലും കുറച്ച് മഴയെല്ലാം വരുന്നുണ്ട്. നമ്മൾ അടുത്ത് കുറച്ച് പിള്ളേരുണ്ട്. അപ്പം ഇതെല്ലാം അകത്തോട്ടൊന്ന് മാറ്റിയിട്ട് നമുക്ക് അവിടെ വെച്ച് ബാക്കിയുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങളുടെ പിസ്സ റെഡി ആയപ്പോഴത്തേനും മഴ പെയ്തു. അപ്പോഴത്തേനും ഞങ്ങൾ അകത്തോട്ട് കയറി. അപ്പോൾ ഇന്ന് കുറച്ച് പിള്ളേരെയും കൂടെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും അവർക്ക് ഞങ്ങൾ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു. ഇനി പിള്ളേർക്ക് എല്ലാവരും കൂടെ കൊടുത്ത് ഞാനൊന്ന് കഴിക്കാം. അപ്പോൾ പിള്ളേർക്ക് എല്ലാവരും കൂടെ മുറിച്ച് തരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട് കേട്ടോ. ബാ ഇതാ മിന്നു കഴിച്ചു. അമ്മു താടി. ആ കുഴപ്പമില്ല.
അപ്പം ഞാൻ കഴിച്ചു നോക്കുവാണ്. സാധനം കൊള്ളാം കേട്ടോ, അടിപൊളി. എങ്ങനെയുണ്ട് മിന്നു? സൂപ്പറാണോ? കിച്ചു എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ടാ ചന്തു? സൂപ്പറാണോ? ഓക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇത് കൂടി വെറൈറ്റി പുതിയ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ഞാൻ എബിൻ സാബു സൈനിങ് ഔട്ട്.